നമുക്ക് അരവിന്ദിന്റെ മക്കളുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് വലിയ ആള് കളിച്ച നിവിന്റെ കോളറിന് കയറി പിടിച്ചിട്ട് രാഗിണി പറഞ്ഞു, എടാ നീ എന്നെ വിട്ടിട്ട് പോകുവാടാ. ഇത്രയും കാലം നിനക്ക് വേണ്ടിയാ ഞാൻ കാത്തിരുന്ന. നീ എന്റെ കഴുത്തിൽ താലി കെട്ടില്ലേ അല്ലേന്നൊക്കെ ചോദിച്ചോണ്ട് ഇങ്ങനെ കോളറിനെ പിടിച്ച് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേനും രാജേശ്വരി അങ്ങോട്ടേക്ക് പാഞ്ഞു വന്നിട്ട് വിടടീന്ന് പറഞ്ഞിട്ട് അവളുടെ കൈ അങ്ങോട്ട് പിടിച്ചു മാറ്റിയിട്ട് കണ്ണം തീർത്ത് ഒറ്റയോണം അങ്ങോട്ട് പൊട്ടിക്കണം. എന്റെ ചെക്കന്റെ കോളറിന് കയറി നീ പിടിക്കുന്നോ? സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒക്കെ ഒരു പരിധിയുണ്ട്. ഇത്ര സമയം നിന്റെ അഹങ്കാരം കണ്ടോണ്ടിരുന്നു. നിന്നെ പോലുള്ള ഒരു അഹങ്കാരി പെണ്ണിനെ എന്റെ മോന് വേണ്ട. അവന്റെ ജീവൻ നശിപ്പിക്കാനായിട്ട് ഞാൻ കൂട്ടാക്കുന്നില്ല. ഏതോ ഒരു സമയത്ത് ഒരു വാക്ക് തന്നെന്നും പറഞ്ഞുകൊണ്ട് ഇനി അവന്റെ ജീവിതം ഞാൻ കുട്ടിച്ചോറാക്കത്തില്ല. അപ്പോഴേക്കും ജയബാലൻ പറഞ്ഞു, രാജി ഇത് എന്റെ മോളുടെ വിവാഹം നടക്കണമെന്ന് ഓർത്തോണ്ടാ ഞാനിതൊക്കെ ക്ഷമിക്കുന്നേ. വിവാഹോ? എന്ത് വിവാഹം ജയബാലേട്ടാ? ഇനി ഒരു വിവാഹവും ഇല്ല. ഇവളെപ്പോലൊരു അഹങ്കാരി പെണ്ണിനെ എന്റെ കുടുംബത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ തയ്യാറല്ല. വാടാ മോനെ എന്നും പറഞ്ഞുകൊണ്ട് അവന്റെ കയ്യിലേക്ക് അങ്ങ് പിടിച്ചു നിവിന്റെ. എന്നിട്ട് അങ്ങോട്ട് പോകുമ്പോ തന്നെ ജയബാലൻ പറയുന്ന, രാജി നിന്നോടാ നിൽക്കാൻ പറഞ്ഞ. പക്ഷെ മൈൻഡ് ചെയ്തില്ല. മൈൻഡ് ചെയ്യാതെ എന്ത് ചെയ്തു? ജയബാലിനെ ഒന്ന് നോക്കിയിട്ട് സത്യനാഥനും രാജേശ്വരി അതുപോലെ നിവിനും കൂടെ അങ്ങോട്ട് പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായി പോയി രാഗിണിക്ക്. നാണക്കേട് കൊണ്ട് തല ഉയർത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. രാഗിണി ഒടുവിൽ മണ്ഡപത്തിന് അവിടേക്ക് അങ്ങോട്ട് കയറി ഇരിക്കുകയാണ്. സമനില തെറ്റുന്ന പോലെ തോന്നി. ജയബാലനാണെങ്കിൽ നാണം കേട്ട് തല താഴ്ത്തി ജയബാലിൽ നിൽക്കുകയാണ്. പ്രതീക്ഷിച്ച പോലെ ഒന്നുമല്ലോ കാര്യങ്ങൾ നടന്നത്. ആ സമയത്ത് കാവേരിയൊക്കെ പുഷ്പവാടി ഇറങ്ങി അങ്ങോട്ട് പോവാണ്. പോകുന്ന സമയത്ത് ഇങ്ങനെ രാധമേ ഒന്ന് നോക്കി കാവേരി, എന്നാലും നീ പണി പറ്റിച്ച് കളഞ്ഞല്ലോ മോളെ. നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അപ്പോഴേക്ക് ശാരദ പറഞ്ഞു, ശരിയാ, ജയബാലൻ തകർന്നു പോയില്ലേ. നാണം കെട്ട അയാളുടെ മുഖം കുഞ്ഞു പോയില്ലേ. ഗംഗ പറഞ്ഞു, അയാൾക്ക് കിട്ടേണ്ട പണി തന്നെയാ കൊടുത്തത്. എന്താണെങ്കിലും അയാൾ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല. കാവേരി പറഞ്ഞു, എന്റെ അച്ഛനെ ഇല്ലാതാക്കിയതിന്റെ കണക്ക് ഞാൻ അയാളോട് ചോദിക്കും. അപ്പോഴേക്കും ഗംഗ പറഞ്ഞു, അത് ശരിയാ, വെറുതെ വിടാൻ പാടില്ല. എന്താണെങ്കിലും എല്ലാം ഒന്ന് കഴിഞ്ഞോട്ടെ എന്നിട്ടാട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും പുറയിലിരുന്ന് യമുന പറഞ്ഞു, നിങ്ങൾ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നേ? ജയബാലൻ ഇപ്പൊ വിഷമിച്ചിരിക്കുവാന്നോ? തലയും കുമ്പിട്ടിരിക്കുവാന്നോ? ഒരിക്കലും ഇല്ല. ജയബാലൻ തകർന്നു പോയി കാണില്ല. ജയബാലിന് കുറച്ച് പണം നഷ്ടപ്പെട്ടു. അയാളത് സമ്പാദിച്ച പണമൊന്നുമല്ല, നമ്മുടെ അച്ഛന്റെ അധ്വാനത്തിന്റെ ബലം അത്. പിന്നെ ഇനിയും ഉണ്ട് കണക്ക് പറഞ്ഞിട്ടുണ്ട് നമുക്ക് പണം കിട്ടാനായിട്ട്. കാരണം നമ്മുടെ അച്ഛന്റെ ഒരു ഭാഗം മാത്രം നമുക്ക് കിട്ടിയിട്ടുള്ളൂ പണത്തിന്റെ. അച്ഛൻ സമ്പാദിച്ചതിന്റെ ബാക്കി അയാളുടെ കയ്യിലുണ്ട്. അയാളിപ്പം മകളുടെ കല്യാണം നടത്തി നല്ല സന്തോഷത്തോടും ഇരുന്ന് സദ്യ ഉണ്ണുമായിരിക്കും മകളോടും മരുമോനോടും ഒപ്പം. അതായിരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വെറുതെ നമ്മളിങ്ങനെ അയാളുടെ കാര്യം ഓർത്ത് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നത്. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഓർത്ത് നമ്മളെങ്ങനെ ബുദ്ധിമുട്ടിയിരിക്കുന്നത്. അതിന്റെ വല്ല കാര്യമുണ്ടോ? കാവേരി പറഞ്ഞു, അത് ശരിയാ. യമുന പറഞ്ഞതിനോട് 100% ഞാൻ യോജിക്കുന്നു. നമ്മളെന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടിയിരിക്കുന്നത്? ഇവിടെ നമ്മൾ ഇറങ്ങിക്കഴിയുമ്പോൾ ഇവിടുത്തെ ഒരു ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് പാടില്ല. നമ്മളൊരു പുതിയ ജീവിതത്തിലേക്കാണ് കടക്കാനായിട്ട് പോകുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് പുതിയ ഓർമ്മകളും കാര്യങ്ങളുമാണ്. ഇവിടുത്തെ ഒരു ഓർമ്മകളും നമ്മൾ കൊണ്ടുപോകേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. ഇത് നമുക്കൊരു പുതിയ തുടക്കം മാത്രമാണ് എന്ന് കാവേരി എല്ലാവരും ഉപദേശിക്കുകയാണ്. പിന്നീട് രാഗിണി മണ്ഡപത്തിൽ ഇങ്ങനെ കയറിയിരിക്കുകയാണ്. അപ്പോഴേക്കും ജയബാലൻ അങ്ങോട്ട് ഇന്ന് മോളെന്നും പറഞ്ഞ് വിളിച്ചു. അച്ഛാ, എന്റെ വിവാഹം നടക്കില്ലല്ലേ? എന്നെ ഉപേക്ഷിച്ച് നിവിനേട്ടൻ പോയല്ലേ എന്ന് ചോദിച്ചു. അത് പറഞ്ഞപ്പോഴത്തേന് രാഗിണിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. മോളെ, അത് പിന്നെ അച്ഛാ, അവനെ വിളിച്ചുകൊണ്ട് വരാൻ പറ്റുമോ? പോയി എന്റെ കഴുത്തിൽ താലി ആർത്താനായിട്ട്. ജയബാലൻ പറഞ്ഞു, അത് പിന്നെ ഞാന് പറ്റില്ലല്ലേ? അച്ഛന് പറ്റില്ലല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും അവളുടെ ഭാവമൊക്കെ അങ്ങോട്ട് മാറി. അവിടെ ഇരുന്ന സാധനങ്ങളൊക്കെ എടുത്ത് എറിയുകയും ഉടക്കുകയും ചെയ്യണം. ഭ്രാന്തി പിടിച്ച പോലെ, സമനില തെറ്റുന്ന പോലെ ആ മണ്ഡപത്തിലിരുന്ന് നിലവിളക്കും പൂവും കാര്യങ്ങളും എല്ലാം എടുത്ത് എറിഞ്ഞിട്ട് ഭ്രാന്തി പിടിച്ച പോലെ ഇങ്ങനെ ഇരിക്കുമ്പോഴും ജയബാലൻ, എടി മോളെന്നും പറഞ്ഞ് വിളിക്കുകയാണ്. വിളിക്കരുത്, അച്ഛൻ അവനെ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അത് കാഴ്ച കണ്ടപ്പത്തിനും വിശാലും പ്രവീണയൊക്കെ നിന്ന കരയുവാണ്. അവർക്ക് പോലും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം ശരിക്കും ഭ്രാന്തായ അവസ്ഥയും ചേഷ്ടകളും കാര്യങ്ങളൊക്കെയാണ് രാഗിണി കാണിച്ചോണ്ടിരിക്കണേ. ഈ സമയം വിനീതിനോട് ഗംഗ പറഞ്ഞു, വിനീതേട്ടാ, നമ്മൾ തിരുവനന്തപുരത്ത് എന്നിട്ട് താമസിക്കുന്ന വീടിന്റെ അയാളെ വിളിച്ചായിരുന്നെന്ന് ചോദിച്ചു. ഇല്ല, വിളിച്ചില്ല. അല്ല, നമ്മൾ അവിടെ ചെന്നിട്ടേ ചെന്നിറങ്ങുമ്പോൾ നമുക്ക് താക്കോലും കാര്യങ്ങളൊക്കെ കിട്ടണ്ടേന്ന് ചോദിച്ചു. അല്ല, താക്കോൽ? എന്തിന്റെ താക്കോല്? വീടിന്റെ താക്കോലേ? അതെ. ഇനിയിപ്പൊ അവരുടെ കോമ്പൗണ്ടിനകത്ത് തന്നെ ആയിരിക്കുമോ നമ്മൾ താമസിക്കേണ്ട വീടും? അതിനെക്കുറിച്ച് അറിയില്ല, അതുകൊണ്ട് ചോദിച്ചാ. ഇനിയിപ്പൊ ചെല്ലുന്ന സമയത്ത് അവരവിടെ ഇല്ലെങ്കിൽ നമുക്ക് താക്കോല് കിട്ടിയില്ല, നമ്മളെങ്ങനെയാ അവിടെ
ഓ, അപ്പൊ അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ. ഒരു കാര്യം ചെയ്യാൻ ഞാനൊന്ന് വിളിച്ചു നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ വിനീത് വിളിച്ചിട്ട് കോൾ എടുത്തില്ല. കോള് കിട്ടണില്ലോ എന്ന് പറഞ്ഞു. ഇനിയിപ്പോ എന്ത് ചെയ്യും, നമുക്ക് നോക്കാന്ന് പറഞ്ഞു. കാരണം ഇവിടുന്ന് അവിടെ അത്ര ദൂരം ചെല്ലുന്നതാണ്. ചെന്ന് കഴിയുമ്പത്തേനും വീടിന്റെ കാര്യങ്ങളൊക്കെ നേരത്തെ ശരിയാക്കി വെച്ചിരിക്കുന്ന, അവരുടെ നേരത്തെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയണമല്ലോ, കീ ഒക്കെ കിട്ടണമല്ലോ. അതുകൊണ്ടാണ് ഗംഗ അത് പറയുകയും ചെയ്തത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞപ്പോ നിവിനും രാജേശ്വരും സത്യനാഥൊക്കെ വീട്ടിലേക്ക് വരുവാണ്. അപ്പോഴേക്കും ആസിഫ് അങ്ങോട്ട് ചെന്നു. ആസിഫ് എന്നിട്ട് എന്തായ കാര്യങ്ങൾ അതൊക്കെ പിന്നീട് പറയാന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്തു, രാജേശ്വരി സത്യനാഥനും കൂടെ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. അകത്തേക്ക് കയറിപ്പോയി സമയം നിവിൻ പിന്നാലെ ചെന്നു. നിവിൻ ചെന്നിട്ട് പറഞ്ഞു, അമ്മ ഇങ്ങനെ ഒന്ന് സംഭവിക്കുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല എന്ന് പറഞ്ഞു. ഓ, നീ പിന്നെ എന്താ വിചാരിച്ചോണ്ടിരുന്നേ? നിന്റെ ആഗ്രഹം പോലെ കാര്യങ്ങളൊക്കെ നടന്നല്ലോ, കല്യാണം മുടങ്ങിയല്ലോ. അല്ലമ്മേ, ഞാനാണോ കാരണക്കാരൻ? ആ ജയപാലൻ അങ്കിളല്ലേ അവരെ ചതിച്ചേ. അവരെ ചതിച്ച് അവരുടെ പണമൊക്കെ കൈക്കലാക്കിയത്. ഇപ്പൊ ഞാൻ മുടക്കിയതൊന്നും അല്ലല്ലോ. ഞാൻ കല്യാണത്തിന് തയ്യാറായി പോയതാണല്ലോ. പിന്നെ ഇനിയിപ്പൊ ഇതൊക്കെ ഇങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിലും നിനക്ക് ഈ കല്യാണത്തിന് സമ്മതമായിരുന്നോ? മനസ്സില്ലാ മനസ്സോടെ അല്ലേടാ നീ അവിടെ ഇരുന്നേ. അപ്പോഴേക്കും സത്യനാഥൻ രാജേശ്വരി കൈ പിടിച്ചിട്ട് പറഞ്ഞു, രാജിനി ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് അകത്തേക്ക് ഏറ്റിക്കൊണ്ടുപോയി. ആസി പറഞ്ഞു, എടാ എന്തിനാടാ വെറുതെ ചൊറിയാൻ പോയത്? എന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു എന്ന് നിവിനോട് ചോദിച്ചു. നിവിൻ ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് കയറിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ജയപാലനും അവരൊക്കെ വീട്ടിലേക്ക് വരുവാണ്. ആകെപ്പാടെ തകർന്ന മനസ്സോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ കുറച്ച് ബന്ധുക്കളൊക്കെ വീട്ടിലുണ്ട്. അതിലൊരാൾ പറഞ്ഞു, എന്റെ ജയപാല, നീ ഒരു കാര്യം ചെയ്യ, നിന്റെ പെങ്ങടെ മോനല്ലേ അവനെ പോയി കൂട്ടിക്കൊണ്ടു പോവാ. നിന്റെ പെങ്ങളോട് പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്ക്. ഈ കല്യാണം എങ്ങനെയും നടത്തണ്ടേ എന്ന് ചോദിച്ചു. ജയപാലൻ അനങ്ങിയില്ല. അല്ലെങ്കിലും നിന്റെ അനുജത്ത് നിന്നെ ചതിച്ചില്ലേ, ഒടുവിൽ ഈ വിവാഹം വേണ്ടെന്ന് പറഞ്ഞില്ലേ. അല്ല, നിനക്ക് ഇത് തന്നെ കിട്ടണം, നീ ഇത്ര വിശ്വസിച്ച് കൂട്ടിപ്പിടിച്ചുകൊണ്ട് നടന്നല്ലേ, എന്നിട്ട് കിട്ടിയില്ല എന്നൊക്കെ ചോദിച്ച് ജയപാലിനെ കുറ്റപ്പെടുത്തുക. അപ്പോഴേക്കും വേറൊരാള് പറഞ്ഞു, ജയപാല, ഇനിയിപ്പം നിനക്ക് 50 ലക്ഷം പോയതിന്റെ അല്ല, പുറത്തിറങ്ങി തല ഉയർത്തി പിടിച്ച് നടക്കാൻ പറ്റുമോ? കൂട്ടുകാരനെ ചതിച്ചു കൊന്നവെന്ന പേര് ആൾക്കാർ നിന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പൂന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തി. അപ്പോഴേക്കും ജയപാലൻ ചാടി എഴുന്നേറ്റു. അതേടാ, ഞാൻ കൂട്ടുകാരനെ ചതിച്ചു കൊന്നവനാ. നിങ്ങളെ ഞാൻ ചതിക്കും. മര്യാദയ്ക്ക് പോക്കോ, എല്ലാരും ഇവിടുന്ന് പോയിക്കോ, അല്ലെങ്കിൽ നിന്റെയൊക്കെ പണോ നിന്റെയൊക്കെ ജീവനും നഷ്ടപ്പെടുമെന്ന് പറഞ്ഞു. എന്തൊക്കെയാ ജയപാലാട്ടെ പറയണേന്ന് പ്രവീണ ചോദിച്ചു. മിണ്ടാതിരിക്കടി, നീ കയറി പൊടിയാത്ത ഒക്കെ ഇറങ്ങി പോയിക്കോണമെന്ന് പറഞ്ഞ് എല്ലാത്തിനും ഓടിച്ചു വിടുവാണ് അവിടുന്ന്. അപ്പോഴേക്കും പ്രവീൺ പറഞ്ഞു, എന്താ ജയപാലേട്ടാ, ജയപാലൻ എന്തിനാ ബന്ധുക്കളൊക്കെ ഇങ്ങനെ ഓടിച്ചു വിട്ടെ? അതിന്റെ ആവശ്യം എന്താ? ജയപാലേട്ടാ, ജയപാലനല്ലേ പറഞ്ഞത്, എന്റെ അനുജത്തിയുടെ മോനാണ്, നല്ലവനാണ്, അതാണ് ഇതാണ്, നമ്മൾ പറയുന്ന അവരനുസരിക്കോളം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ കണ്ടില്ലേ, നമ്മുടെ മോളെ കെട്ടാനായിട്ട് അവൻ തയ്യാറായോ? ഇല്ലല്ലോ. എന്നിട്ട് ഒടുവിൽ ഇപ്പം എല്ലാത്തിനും കാരണം ജയപാലേട്ടനാ. ജയപാലേട്ടൻ ഇങ്ങനെയൊന്നും ചെയ്തില്ലായിരുന്നെങ്കിലോ, ജയപാലേട്ടന്റെ കയ്യിലെ കുഴപ്പം കൊണ്ടാ മോളുടെ വിവാഹം മുടങ്ങിയത്. നിന്നോട് മിണ്ടാതിരിക്കാനാ പറഞ്ഞ്. പക്ഷെ പ്രവീണ മിണ്ടാതിരുന്നില്ല. പ്രവീണ എല്ലാം വിളിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോ അടിക്കാനായിട്ട് കൈ ഓങ്ങി ജയപാലന് പ്രവീണെ. അപ്പോഴേക്കും വിശാല് പ്രവീണെ ചേർത്ത് പിടിച്ചപ്പോഴത്തേനും ആ കയ്യേലേക്ക് വന്ന് കയറി പിടിക്കുവാണ് രാഗിണി. ഒരു നിമിഷം ജയപാലൻ ഞെട്ടിപ്പോയി. ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് രാഗിണി പറഞ്ഞു, അമ്മയെ തല്ലാനായിട്ട് അച്ഛൻ എന്താ അധികാരം അവകാശമുള്ള? അമ്മ പറഞ്ഞല്ല സത്യമായിട്ടുള്ള കാര്യമല്ലേ. ഇത്രയും കാലം അമ്മയൊന്നും മിണ്ടാതിരുന്നു. ഞാന് കുഞ്ഞുനാളിലെ മുതൽ കാണുന്ന കാര്യമാണ്. രാവിലെ അച്ഛന്റെ ടൂത്ത് ബ്രഷേല് പേസ്റ്റ് തേച്ച് തരുന്നോടം വരെ, രാത്രി കിടക്ക വിരിക്കുന്നോടം വരെ അച്ഛന്റെ ഓരോ കാര്യങ്ങളും അമ്മ നോക്കിക്കൊണ്ടിരിക്കും. അതിനിടയ്ക്ക് അച്ഛൻ അമ്മയെ ചീത്ത പറയുമ്പോൾ ചീത്ത പറയും, തല്ലണമെന്ന് വെച്ചാൽ തല്ലും. പക്ഷെ അമ്മ ഒരു പരാതിയും പറയില്ല. അമ്മ അതെല്ലാം കൊണ്ടു കേട്ടു ഇരിക്കത്തുള്ളൂ. പിന്നെ അച്ഛൻ പുറത്തു പോകുമ്പോൾ അമ്മയെ കൊണ്ടുപോകും. പിന്നെ 4 നേരം ഫുഡ് കൊടുക്കും. ഇതാണ് അമ്മയ്ക്ക് കിട്ടുന്ന ഒരു ഏക കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിനപ്പുറത്തേക്ക് അച്ഛൻ അമ്മയ്ക്ക് വേണ്ടി എന്താ ചെയ്തിട്ടുള്ളത്? അച്ഛൻ അമ്മയെ സ്നേഹിച്ചിട്ടുണ്ടോ? ഒരു ജോലിക്കാരിയെ പോലെയല്ലേ അമ്മ ഇവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. അതിനപ്പുറത്തേക്ക് അമ്മയ്ക്ക് എന്ത് സന്തോഷം ഉണ്ടായിരുന്നേ. ഇത്രയും കാലം ഞാനതും മിണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തും എനിക്ക് അച്ഛനോട് ദേഷ്യമൊന്നും തോന്നിയിട്ടില്ല. കാരണം അച്ഛനായിരുന്നു എൻ്റെ ഹീറോ. കാരണം ഞാൻ ഓരോ കാര്യങ്ങളും മനസ്സിൽ വിചാരിക്കുമ്പോൾ തന്നെ അച്ഛൻ എനിക്കത് നേടിത്തന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ വരെ. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം അച്ഛനത് നേടിത്തരാൻ പറ്റിയില്ല. അച്ഛൻ തോറ്റുപോയെന്ന് പറഞ്ഞു. മോളെ, ഞാൻ മിണ്ടരുത്. നിങ്ങളെ ഇനിയിപ്പൊ അച്ഛാന്ന് വിളിക്കാൻ പോലും നാണക്കേടാ. നിങ്ങൾ നോക്കി നിൽക്കുമായിരുന്നല്ലോ. രാജേശ്വരി അപ്പച്ചി എന്റെ കർണത്തടിച്ചു കഴിഞ്ഞപ്പോ, അത് മാത്രമല്ല മണ്ഡപത്തിൽ വെച്ച് നിവിനേണ്ണ ഇറങ്ങി പോയി കഴിഞ്ഞപ്പോ, എന്നെ വേണ്ടാന്ന് വിളിച്ചു പറഞ്ഞപ്പോ നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങൾ തോറ്റുപോയില്ലേ ജയപാല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ജയപാലൻ പറഞ്ഞു, മോളെ നീ ഇങ്ങനൊന്നും വേണ്ട, മിണ്ടരുത്. എനിക്കിനി കൂടുതലൊന്നും പറയാനില്ല. ശരിക്കും നിങ്ങളുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പാൻ എനിക്ക് തോന്നേ. ഞാനത് ചെയ്യുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് കാർക്കിച്ച് തുപ്പാണ്. ഇപ്പൊ നിങ്ങളെ
എൻ്റെ മനസ്സ് ഹീറോയല്ല, വെറും സീറോയാ. കോളേജിൽ പഠിക്കുന്ന സമയത്ത് കുട്ടികളുടെയൊക്കെ ഹീറോ ആരാന്ന് വെച്ചാൽ അവരോരോ പേരുകൾ പറയും. പക്ഷെ ഞാൻ എൻ്റെ അച്ഛൻ്റെ പേരാ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നും നിങ്ങൾ എൻ്റെ മനസ്സിൽ ഹീറോ ആയിരുന്നു. പക്ഷെ ഇപ്പൊ വലിയ സീറോ ആയി പോയെന്നും പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോവാണ്. ഇനി എന്നും ഇതുപോലെ തന്നെ ആയിരിക്കും, ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ജയപാലൻ തകർന്നു പോയി. എന്ത് ചെയ്യാൻ പറ്റും? ജയപാലൻ അവിടെ ഇരുന്ന് കരയുവാണ്. ജയപാലിന്റെ മനസ്സിലേക്ക് കാവേരിയുടെ മുഖം വന്നു. അവള് വന്നിട്ട് പറഞ്ഞിട്ട് പോയ കാര്യങ്ങളൊക്കെ ആയിരുന്നു ജയപാലിന്റെ മനസ്സെന്നറിയണ്ടായിരുന്നേ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലോ, കിട്ടിയത് തന്നെയല്ലേ. അതിന്റെ കഥകളാണ് കാണുന്നത്. ഇനി ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരം വരാട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.